വാഹനം 4 ലക്ഷം രൂപ കുറച്ച് കൊടുക്കാം. നമ്മൾ എല്ലാ വണ്ടിക്കും 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് വാറന്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇയർ ബൈബാക്കിനും നമ്മൾ വണ്ടി കൊടുക്കുന്നുണ്ട്. 8,75,000 കൊടുക്കാം. ഇന്നൊരു സ്വിഫ്റ്റ് ബലേനൊക്കെ വാങ്ങുന്ന പ്രൈസിന് ഒരു സെൽറ്റോസ് ആണ് കൊണ്ടോ, അതും വെറും 37,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 7 സീറ്റർ വാഹനമാണ്. അതും നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കലി A7 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ടോപ്പ് എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇവിടെ നമുക്ക് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനമാണ്. ഓണം പ്രമാണിച്ച് നമ്മുടെ ഓഡിയൻസിന് ഒരുപാട് ഓഫറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതോടനുബന്ധിച്ച് ക്യാപ്സിൽ 30 ലിറ്റർ ഫ്യൂവല്, അതുപോലെ ഒരു കിഡിലും ഗിഫ്റ്റ് ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് സെയിലാണ് എല്ലാ വണ്ടികളും കൊടുക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താലോ? സെൽറ്റോസ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്. ഷോറൂമിൽ ചെന്നതിനേക്കാൾ പല ഓപ്ഷൻസിലും കൊടുക്കാം. ഇത് 7 സീറ്റർ ആണ്. അത് ഒരു കിഡിലൻ ഐറ്റം ആണ്. ടാറ്റയുടെ സഫാരി ഏറ്റവും ടോപ്പ് എൻഡ് വിത്ത് പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന ഒരു അടിപൊളി ഡാർക്ക് എഡിഷൻ വാഹനം അല്ലെ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2025 മോഡല് സഫാരിയുടെ ഏറ്റവും ടോപ്പ് എൻഡ് അക്കംപ്ലിഷ് പ്ലസ് ആണ്. ഫുഡ് സ്പേസ് കാര്യങ്ങള് ഫീച്ചേഴ്സ് ഒക്കെ വേറെ ആരും കൊടുത്തിട്ടില്ല ഈ ഒരു സെഗ്മെന്റിൽ ഇല്ല. അതും നമുക്ക് വെറും 3000 കിലോമീറ്റർ ആണ്. സിംഗ്ലോൺഷിപ്പ് ആണ്. അണ്ടർ കമ്പനി വാറന്റി ഉള്ള ഒരു വാഹനം. 8 ലക്ഷത്തിന്റെ ഡിഫറൻസ് നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഐടി കിടക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരില്ല. നല്ല ഡിയർ ഫ്രണ്ട്സ്, ഇത്തവണ നമ്മള് വെടിക്കെട്ട് ഓഫറും കൂടെ തന്നെ വെടിക്കെട്ട് കളക്ഷനായിട്ടാണ് നമ്മൾ ക്യാപ്സിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ കൂടെ മുജിയാണ്. മുജി നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണൊക്കെ അല്ലേ, എന്താണ് പൊളിക്കാനുള്ള പരിപാടിയാണല്ലോ. ഫുള്ള് നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് വീഡിയോനേക്കാൾ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ഓഡിയൻസിന് ഒരുപാട് ഓഫറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതോടനുബന്ധിച്ച് ക്യാപ്സിൽ 30 ലിറ്റർ ഫ്യൂവല്, അതുപോലെ ഒരു കിഡിലും ഗിഫ്റ്റ് ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് സെയിലാണ് എല്ലാ വണ്ടികളും കൊടുക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താലോ? തീർച്ചയായിട്ടും. അപ്പൊ ഇത്തവണ നമുക്ക് ഓണത്തിന് നല്ല ഗിഫ്റ്റുകളുണ്ട്. അതിന്റെ പുറമെ തന്നെ ഓണത്തിന് നമുക്ക് ട്രിപ്പ് അടിക്കാനുള്ള ഫ്യൂല് കൂടി നമ്മൾ തരുന്നുണ്ട്. അപ്പൊ നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് മീഞ്ചന്ത തിരുവണ്ണൂർ ബൈപ്പാസിൽ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ക്യാബ്സ് കാസിലാണ് ഈ സ്റ്റോക്ക് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഇന്ന് അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിന്റെ എല്ലാ SUV ഉണ്ട്. അതേപോലെ സിറ്റി ഏറ്റവും ന്യൂ ഫേസ് വരുന്നുണ്ട്. 7 സീറ്ററുകളുണ്ട്. ഓട്ടോമാറ്റിക് വാഹനങ്ങളുണ്ട്. അപ്പൊ ഏത് സെഗ്മെന്റ് വേണമെങ്കിലും ഉണ്ട്. പിന്നെ നമ്മളൊരു ഹൈലൈറ്റ് ആണ്, നമുക്ക് യൂസ്ഡ് കാർ ആണെങ്കിലും നമുക്ക് വാറന്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ വണ്ടിക്കും 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് വാറന്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇയർ ബൈബാക്കിനും നമ്മൾ വണ്ടി കൊടുക്കുന്നുണ്ട്. വണ്ടി റിട്ടേൺ എടുക്കുന്ന പ്രോഗ്രാമാണ് ബൈബാക്ക്. അപ്പൊ അതാണ് നമുക്ക് യൂസർ കാറിന് എവിടെയും കിട്ടാത്ത 2 കിട്ടുന്ന ഓഫറുകൾ ഉണ്ട്. അതായത് നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് വാറന്റിയിൽ വാഹനം എടുക്കാം. പൊതുവെ പിന്നെ ഇവിടുത്തെ വാഹനങ്ങൾ എന്താണ് മോഡൽ കൂടിയ വാഹനങ്ങളാണ്. അതുകൊണ്ട് അണ്ടർ കമ്പനി വാറന്റി ഉള്ള വാഹനങ്ങൾ ഒത്തിരി നമുക്ക് ഒരുപാടുണ്ട്. അപ്പൊ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു വാഹനമാണ് വിക്ടോറിയസ്. നിലവിലിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള മാരുതിയിൽ ഒരു കിഡ്ലം ഐറ്റാണ്. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന മാരുതി സുസുക്കി വിക്ടോറിയസ്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2026 മോഡൽ വെറും 3000 കിലോമീറ്ററോടെ സ്മാർട്ട് ഹൈബ്രിഡ് ZXi ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, വെറും 3000 കിലോമീറ്ററോടെ പുതിയ വണ്ടി. അപ്പൊ ഷോറൂമിൽ നിന്ന് ഒരു പുതിയൊരു വാഹനം എടുക്കുന്ന അതേപോലെ നമുക്ക് ഇറക്കാൻ പറ്റും. അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, 9-inch ആൻഡ്രോയിഡ് സിസ്റ്റം. അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. എയർ ബാഗ്സ് വരുന്നുണ്ട്. റിയറിൽ നമുക്ക് ഇതാണോ പിന്നെ AC വെന്റ് കാര്യങ്ങള്, ആൻഡ്രസ്റ്റ് എല്ലാം വരുന്നുണ്ട്. ഇതിൽ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ടോ? സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ടൈൽ ഗേറ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങള് ഫീച്ചേഴ്സ് ഒക്കെ വേറെ ആരും കൊടുത്തിട്ടില്ല ഈ ഒരു സെഗ്മെന്റിൽ ഇല്ല. അതും നമുക്ക് വെറും 3000 കിലോമീറ്റർ ആണ്. സിംഗ്ലോൺഷിപ്പ് ആണ്. അണ്ടർ കമ്പനി വാറന്റി ഉള്ള ഒരു വാഹനം. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് ഈ വാഹനം 4 ലക്ഷം രൂപ കുറച്ച് കൊടുക്കാം. പുതിയ വാഹനത്തിനേക്കാൾ 4 ലക്ഷം കുറച്ചിട്ട് 18,25,000 ഈ വാഹനങ്ങൾ ക്യാപ്സും സ്വന്തമാക്കാം. അപ്പൊ ഏകദേശം 22 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് പുതിയൊരു വാഹനത്തിന് 4 ലക്ഷം രൂപ നമുക്ക് കുറച്ചിട്ട് വെറും 3000 ഓടിയതുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അണ്ടർ കമ്പനി വാറന്റി. നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപ ഡൗൺ ഒരു 85-90 വരെ ഒരു 3 lakhs ഒക്കെ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇനി അടുത്ത തവണ നമുക്കൊരു പിന്നെ SUV ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് തവണ വീണ്ടും സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റി നമ്മൾ പരിചയപ്പെടുന്ന ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ ആണ്. അത് നമുക്ക് തിരുവിഴങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2021 മോഡൽ ZXൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ 45,000 കിലോമീറ്റർ മാത്രമാണ് ഡ്രൈവൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വെറും ലോ കിലോമീറ്റർ വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അത് നമുക്ക് CVT ഓട്ടോമാറ്റിക് ആണ്. പക്ക കംഫർട്ടും അത്യാവശ്യം നല്ല മൈലേജും ലോ മെയിൻ്റെനൻസും പിന്നെ ഇന്ത്യയിലൊക്കെ നോക്കി പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വാഹനം. റിയൽ AC ആൻഡ്രസ്റ്റ് അതേപോലെ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ നമുക്ക് പക്ക നമുക്കൊരു പുതിയൊരു വാഹനത്തിന് അതേ ഫീലിൽ നമുക്ക് വാഹനം എടുക്കാൻ പറ്റും.
അത് നല്ല കംഫർട്ടും ലോ മെയിൻ്റനൻസ് ഒക്കെ വരുന്ന ഒരു CVT ഓട്ടോമാറ്റിക്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്ക് ഇതൊരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. 10,75,000 CVT ഓട്ടോമാറ്റിക് കൊടുക്കാം. അപ്പൊ പുതിയൊരു വാഹനത്തിന്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതും മാക്സിമം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ 85-90 ഒരു മാക്സിമം ലോണും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മുടെ ഷോറൂമിൽ നമുക്ക് നമ്മുടെ ബുക്കിംഗ് പീരീഡ് വരുന്ന ഒരു വാഹനമാണ്. ഏകദേശം 5-6 മാസം നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര SUV 700. എങ്ങനെയാണ് അത്? നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ട്രിവാൻഡ്രം രജിസ്ട്രേഷന് വിത്ത് ഫാൻസി നമ്പർ എല്ലാം വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്കലി 7 സീറ്റർ ആണ്. AX7 ആണ് ഓപ്ഷൻ വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി സിംഗിൾ ഓൺഷിപ്പിൽ 31,000 കിലോമീറ്റർ മാത്രമേ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 7 സീറ്റർ വാഹനമാണ്. അതും നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കലി A7 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ടോപ്പിന് എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇവിടെ നമുക്ക് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനമാണ്. പിന്നെ നമുക്ക് ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ അണ്ടർ കമ്പനി വാറണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് ഈ വാഹനം ഫൈനൽ വന്നിട്ട് 20,70,000 ചെയ്യാം. 20,70,000 അല്ലേ? ഫുൾ ലോഡിന് ഏകദേശം പുതിയ 34 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പൊ ഒരു 10-12 ലക്ഷത്തിന് ഡിഫറൻസ് വന്നു. അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഷോറൂമിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുകൂടെ റെഡി സ്റ്റോക്ക് ആണ്. നമ്മളൊരു 7 സീറ്റർ ആണ്. അത് ഒരു കിടില ഐറ്റം ആണ്. ടാറ്റയുടെ സഫാരി ഏറ്റവും ടോപ്പ് എൻഡ് വിത്ത് പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന ഒരു അടിപൊളി ഡാർക്ക് എഡിഷൻ വാഹനം അല്ലെ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2025 മോഡല് സഫാരിയുടെ ഏറ്റവും ടോപ്പ് എൻഡ് അക്കംപ്ലിഷ് പ്ലസ് ആണ്. സിംഗിൾ ഓൺഷിപ്പിൽ 10,000 കിലോമീറ്റർ മാത്രമേ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. എവിടുന്നാണ് ഇത്തവണ വെറും ലോ കിലോമീറ്റർ വാഹനങ്ങൾ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിടില ഐറ്റം അല്ലെ? ഇത് എങ്ങനെയായിരുന്നു നമുക്ക് പിന്നെ ഡീറ്റെയിൽസ് വരുന്നത്? അഡാസ് 2 ലെവല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ പുതിയ വാഹനത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ പുതിയ വണ്ടിക്ക് 33 ലക്ഷം രൂപ വരുന്നുണ്ട്. നമ്മൾ എത്ര രൂപ ചെയ്യാം? നമ്മളിത് 25,25,000 ഫയൽ കൊടുക്കും. നല്ലൊരു ലക്ഷങ്ങൾ വിലക്കുറവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. വെറും 10,000 കിലോമീറ്റർ. ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വെറും 10,000 കിലോമീറ്റർ വാഹനം മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. നല്ല വെർത്താണ്. അത്രയും നമുക്ക് നല്ല ലക്ഷങ്ങൾ 5-8 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. മാക്സിമം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കൊടുക്കാം. അടുത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള മറ്റൊരു വാഹനമാണ് സെൽറ്റോസ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. പല കളേഴ്സ് ഉണ്ട്. ഷോറൂമിൽ ചെന്നതിനേക്കാൾ കളർ ഓപ്ഷൻസിലും കൊടുക്കാം. ഇത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ന്യൂ എംബ്ലക്ക് വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2023 മോഡൽ പെട്രോൾ IMT ആണ്. ഒരു 32,000 കിലോമീറ്റർ ഓട്ടം. അത് നമുക്ക് മാനുവൽ ആണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക് പോലെ ക്ലച്ച്ലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല കംഫർട്ട് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഡിപ്പെൻസ് നമുക്ക് ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ട് ഒരു വാഹനമാണ്. ഏറ്റവും ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണല്ലോ അല്ലെ? അതെ, സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒരു വാഹനമാണ് അല്ലെ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇപ്പൊ ഓഫർ റേറ്റിൽ 10,70,000 കൊടുക്കാം. 10 ലക്ഷം ബഡ്ജറ്റിൽ നമുക്ക് ഒരു IMT ഗിയർ ബോക്സിൽ ഒരു സെൽറ്റോസ്, അതും നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. ട്രാക്ക് വേണ്ടി ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. 10 ലക്ഷം ബഡ്ജറ്റിലുള്ള സെൽറ്റോസ്, അതൊരു ബെസ്റ്റ് പ്രൈസിന്. എഗൈൻ വീണ്ടും നല്ല ഒരു ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി വാഹനമാണ് MG ഹെക്ടർ പ്ലസ്. ആണോ അതോ ഹെക്ടർ പ്ലസ് ആണ്? ഹെക്ടർ പ്ലസ്. അവൻ 7 സീറ്റർ. അവൻ പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടില ഐറ്റം ആണ്. ഷാർപ്പ് ഏറ്റവും ടോപ്പ് എൻഡ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2020 മോഡൽ 21 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ സ്മാർട്ട് പറയട്ടെ ഹൈബ്രിഡ് ആണ് വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 52,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണ്. നല്ല സ്പേഷ്യസ് ആണ്. 7 സീറ്റർ ആണ്. നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി 7 സീറ്റർ. അതും ലോ കിലോമീറ്റർ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഓഫർ പ്രൈസിൽ കൊടുക്കാം. 10,65,000 കൊടുക്കാം. 10,65,000. ഇത് ഏകദേശം നമുക്ക് 10 ലക്ഷം ബഡ്ജറ്റ് ആണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് പുതിയൊരു വാഹനത്തിന് കമ്പയർ ചെയ്യുമ്പോൾ 1/3 പ്രൈസിനാണ് കൊടുക്കുന്നത് അല്ലെ? ഏകദേശം 10-30 ലക്ഷത്തിന് മുകളിൽ വരുന്ന വാഹനമാണ്. അത് നമുക്ക് 10 സംതിങ്ങിന് അത് മാക്സിമം ഇതൊക്കെ ഫുൾ ലോൺ തന്നെ ചെയ്യാം. നമുക്ക് ലോൺ ചെയ്യാം. അടുത്ത നമുക്ക് ഫോക്സ് വാഗൺ ടൈഗൺ ആണ്. അതും ഫുൾ ബ്ലാക്കിൽ ടൈഗൺ GT തന്നെ അല്ലേ? 2024 മോഡൽ 1.5 GT പ്ലസ്. അപ്പൊ ഇതൊക്കെ റയർ ആണ്. അത്രയും നമുക്ക് GT ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാണ് നമുക്ക് വളരെ റയർ ആയിട്ട്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിഡിൽ ഐറ്റം. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഐറ്റം ആണ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 36,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ്. 1.5 GT ആണ് വരുന്നത്. ടോപ്പിന്റെ വേരിയന്റ് 24 ലക്ഷം രൂപ വരുന്നുണ്ട്. എത്ര? 24 ലക്ഷം. 24 ലാക്ക് വരുന്നുണ്ട്. അവിടെ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 16,80,000 ചെയ്യാം. 8 ലക്ഷത്തിന്റെ ഡിഫറൻസ് നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഐറ്റ് കിടക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ്, ചിലപ്പോൾ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരില്ല. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ. അപ്പൊ GT ഒക്കെ അന്വേഷിച്ച് എടുക്കുന്നവർക്ക് ഇതാണ് ലോ കിലോമീറ്ററിൽ
അല്ല ഏറ്റവും ടോപ്പിന്റെ വണ്ടി, അത് മാക്സിമം നമുക്ക് ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാൻ ചെയ്യാം. അഗൈൻ വീണ്ടും നമ്മുടെ കേടെ ഒരു സെൽട്ടോസ് തന്നെയാണ്. അത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റം. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2023 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്കൽ IVT ആണ്. IVT നേരത്തെ IMT ആയിരുന്നു, ഇതിപ്പോ IVT ആണ് വരുന്നിട്ടില്ല. അപ്പൊ ഏത് ഗിയർ ബോക്സുകളും ഉണ്ട് നമുക്ക്. 4 ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങള്, A to Z ഹിസ്റ്ററി, ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതിയൊരു വാഹനം ഇറക്കുന്ന അതേ ഫീൽ നമുക്ക് ഇറക്കാം. ഇവിടുത്തെ വണ്ടി തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിട്ട് 31,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, 2023 മോഡൽ, 27 കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. അപ്പൊ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കമ്പനി തന്നെ വാറന്റി നിലവിൽ ബാക്കിയുള്ള വണ്ടിയാണ് അല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? 13,80,000 13,80,000 ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. മാക്സിമം നമുക്ക് ഒരു 1.5 രൂപയിൽ സുഖമായിട്ട് വണ്ടി ഇറക്കും ചെയ്യാം. എങ്കിലും വീണ്ടും നമുക്ക് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. GT ലൈൻ ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 4 ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിലവില്. പിന്നെ A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള 7 DCT ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനം വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്. നമുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ് വെന്റിലേഷന്, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു 7 DCT. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. വെറും 36,000 കിലോമീറ്റർ ഡ്രൈവൻ ചെയ്ത് 2028 വരെ കമ്പനി വാറന്റി ഉള്ള വണ്ടി. ലോ കിലോമീറ്റർ വാഹനമാണ്. 7 DCT GT ലൈന്, അത് ഓട്ടോമിലെ ഏറ്റവും ടോപ്പ് എൻഡ്. ഈവൻ നമുക്ക് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന ഒരു വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും? 15,40,000 ചെയ്യാം. 15,40,000 ഏകദേശം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 1.5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം കേട്ടോ. അടുത്ത വീണ്ടും നമുക്ക് മാരുതിയിലെ നെക്സ ചാനൽ വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ XL6. അതും ഡുവൽ ടൂണിൽ ഒരു അടിപൊളി കളറിൽ വരുന്ന ഒരു വാഹനമാണ്. അത് KL 23 രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു വാഹനം. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അടിപൊളിയാണ്. പക്ക വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. പുഷ്പയുടെ സ്റ്റാർട്ടിങ്, ക്രൂസ് കൺട്രോൾസ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ റിയറിൽ നോക്കുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. 6 സീറ്റർ വാഹനമാണ്. സെൻട്രലൈസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു ഡുവൽ ടൂൺ വാഹനം. എങ്ങനെയായിരുന്നു XL6 ഡീറ്റെയിൽസ് വരുന്നത്? 2024 മോഡൽ ആൽഫ പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 20,000 കിലോമീറ്റർ മാത്രം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ക ലോ കിലോമീറ്റർ വണ്ടി. 6 സീറ്റർ ആണ്. മാരുതിന്റെ ഒരു വാഹനം. നെക്സ വഴി വരുന്ന വാഹനമാണ് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമ്മൾ ഫൈനൽ 3,90,000 കുറച്ചിട്ട് കൊടുക്കാം. മാരുതിക്ക് അത്രയും പ്രൈസ് കുറവൊക്കെ വളരെ റെയർ ആയിട്ടുണ്ടാവും. നമ്മളിത് കൊടുക്കുന്നത് 14,25,000 കൊടുക്കാം. അപ്പൊ അതാണ് ഏകദേശം നമുക്ക് 4 ലക്ഷത്തിന് അടുത്ത് ഡയറക്റ്റ് ഡിസ്കൗണ്ട് ആണ്. പിന്നെ അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതും കൂടി നമുക്ക് എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനും പറ്റും. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. ഇങ്ങനെ വീണ്ടും നമുക്ക് സെൽട്ടോസ് തന്നെയാണ്. സെൽട്ടോസ് പല കളർ ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത കളറാണ് അല്ലേ? അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങൾ, അഡീഷണൽ ആയിട്ട് ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ, ഫുഡ് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2022 മോഡൽ സെൽട്ടോസ് HTX മാനുവൽ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ ഓട്ടം. ഇതും ലോ കിലോമീറ്റർ ആണ്. വെറും 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. മാനുവൽ വേണ്ടവർക്കുണ്ട്. 7 DCT നമ്മൾ പരിചയപ്പെട്ടു. അതേപോലെ IVT ഉണ്ടായിരുന്നു, IMT ഉണ്ടായിരുന്നു. ഇത് പക്ക മാനുവൽ വണ്ടി. മാനുവൽ എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമ്മളിപ്പോ ഒരു ഓഫർ റേറ്റിൽ 12,75 ചെയ്യാം. 12,75 വെറും 27,000 കിലോമീറ്റർ, 23 മോഡൽ വണ്ടി. ഏകദേശം ട്രാക്കിന്റെ 1.5 രൂപ വണ്ടി ഇറക്കാം. എഗൈൻ വീണ്ടും നമുക്കൊരു കേട് വാഹനമാണ്. 7 സീറ്റർ വാഹനമാണ്. കിയ കാരൻസ്. അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു കാരൻസ് ഡീറ്റെയിൽസ്? 2022 മോഡൽ ലക്ഷറി പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 46,000 കിലോമീറ്റർ ഓട്ടം. അത് ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ് അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അത് നമുക്ക് 7 സീറ്ററിൽ ഓട്ടോമാറ്റിക് വേരിയന്റ് വിത്ത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 14,40,000 ചെയ്യാം. ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കലി, ഒരു ഡീസൽ ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഒരു 7 സീറ്റർ വാഹനം. അത് നമുക്ക് മാക്സിമം ട്രാക്കിന്റെ 1.5 രൂപക്ക് വണ്ടി ഇറങ്ങാം. അതിനൊരു വീണ്ടും ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് 2022 മോഡൽ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2022 മോഡലിൽ നേരത്തെ പറഞ്ഞ ഓട്ടോമാറ്റിക് ആണ്. ഇത് മാനുവലി ടോപ്പ് എൻഡ് വേരിയന്റ്. ഏറ്റവും ടോപ്പ് എൻഡ് ലക്ഷറി പ്ലസ് ആണ്. ഒരു 19,000 കിലോമീറ്റർ മാത്രം. പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ്. അത് നമുക്ക് ഈ ഒരു ചെറിയ കിലോമീറ്റർ ഒരു വാഹനം ഈവൻ നമുക്ക് സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? 13,25,000. 13,25. അപ്പൊ ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ 1.5 രൂപക്ക് മാക്സിമം ഫിനാൻസ് ചെയ്യാം. എന്റെ വീണ്ടും ഒരു കളർ ചേഞ്ച് തന്നെയാണ്. കാരൻസിന്റെ ആണ്. ബ്ലാക്ക് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു? 2022 മോഡൽ പ്രസ്റ്റീജ് പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 52,000 കിലോമീറ്റർ ആണ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. അതും ഓട്ടോമാറ്റിക് ആണ്. ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് വേണം, 7 സീറ്റർ വേണം, ഒരു SUV വേണം എന്നുള്ള ഒരു കൺസിഡറിങ്
ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 13,10,000 ചെയ്യാം. 13,10,000 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി വണ്ടി ഒരു 1.5 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ട്രാക്ക് ഒക്കെ ആണെങ്കിൽ. അടുത്ത നമ്മൾ പല സെൽട്ടോസ് പരിചയപ്പെട്ടെങ്കിലും ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് സെൽട്ടോസ് എവിടെ നിന്നും കിട്ടൂല എന്ന് തന്നെ പറയാം. അത്രയും ഓഫർ പ്രൈസ് ആണ് ഈ ഒരു വാഹനത്തിന് ഇട്ടിട്ടുള്ളത്. അതും വൈറ്റ് ഫിനിഷിംഗിൽ ഒരു അടിപൊളി വാഹനം. ഇങ്ങനെയൊന്നും ഇതിന്റെ ഡീറ്റെയിൽസ് 2021 മോഡൽ HT ആണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ 36,000 കിലോമീറ്റർ ഓട്ടം. അതും ലോ കിലോമീറ്റർ ആണ് വാഹനം വരുന്നത്. അത് നമുക്കൊരു ഓഫർ പ്രൈസ് അല്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ആയിരുന്നു. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. വെറും 36,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഓഫർ പ്രൈസ് കൊടുക്കുക 8,75,000 കൊടുക്കുക. ഇന്നൊരു സ്വിഫ്റ്റ് ബലേനൊക്കെ വാങ്ങുന്ന പ്രൈസിന് ഒരു സെൽട്ടോസ് ആണ് കൊണ്ടോ. അതും വെറും 36,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ല. അടുത്ത വീണ്ടും നമുക്കൊരു SUV 700 ആണ്. നേരത്തെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വാഹനം പരിചയപ്പെട്ടിരുന്നു. ഇതപ്പോ നമുക്ക് ഇനി വൈറ്റ് കൂടെ ഉണ്ട്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2022 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്കലി AX5 ആണ്. നമ്പറൊക്കെ നോക്കിയോളില്ല. നമ്പറിന് കൊടുക്കണം. പക്ക ഫാൻസി നമ്പറാണ്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ പറഞ്ഞത്? കിലോമീറ്റർ വന്നിട്ട് 31,000. ഇതും ലോ കിലോമീറ്റർ വാഹനമാണ്. അത് നമുക്ക് 7 സീറ്റർ ആണ്. പിന്നെ ഈ വാഹനമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതൊക്കെ ഷോറൂമിൽ വെയിറ്റിംഗ് പീരീഡ് വരുന്ന ഒരു വാഹനമാണ്. അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനം വിത്ത് പനോരമിക് സൺറൂഫ് എല്ലാം വരുന്ന ഒരു വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും? 15,75. നല്ലൊരു എമൗണ്ട്, ലക്ഷങ്ങൾ നമുക്ക് സേവ് ചെയ്യാം. അതും മാക്സിമം ലോണും ചെയ്യാം അല്ലെ. അടുത്താണ് വീണ്ടും സെൽട്ടോസ് തന്നെ ഒരു മാറ്റ് ഫിനിഷിംഗിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2021 മോഡൽ X-Line ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കലി 24,000 കിലോമീറ്റർ ഓട്ടം. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. മാറ്റ് ബ്ലാക്ക് ഒക്കെ ചിലപ്പോൾ നമുക്ക് റാപ്പ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് കമ്പനീന്റെ ഈ ഒരു കളേഴ്സിൽ ഇങ്ങനെ വരുന്ന ഒരു വാഹനമാണ്. ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. അതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 14,000 ചെയ്യാം. 14,000 ചെയ്യാം. 70 സീറ്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഡിപ്പെൻസ് ചെറിയ കിലോമീറ്റർ ആണ്. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. SUV 700 നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഉടനെ പറയും. അതിന് മുമ്പായിട്ട് വീണ്ടും നമുക്കൊരു ടൈഗൺ ആണ്. നേരത്തെ നമ്മൾ ഒരു GT ആയിരുന്നു പരിചയപ്പെട്ടിരുന്നത്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2021 മോഡൽ GT ആണ്. ഇത് GT തന്നെയാണ് 1.5 അല്ലേ. അപ്പൊ എഗൈൻ നമുക്ക് വീണ്ടും ഒരു GT തന്നെയാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. സോ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിട്ട് 52,000 കിലോമീറ്ററോടെ 2021 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. കറന്റ് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നമ്മൾ കൊടുത്ത വണ്ടിയാണ്. കറന്റ് പാർക്ക് ആൻഡ് സെയിൽ വന്നത്. പാർക്ക് ആൻഡ് സെയിലിന്റെ വീണ്ടും നമുക്ക് വന്നാണ്. കമ്പനി വാറന്റി ഉണ്ട്. അടുത്ത മാസം വരെ കമ്പനി വാറന്റി ഉണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ വന്നിട്ട് 12,300 കൊടുക്കാം. 12,300. ഒന്നുകൂടെ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു സ്കോഡ കുഷാക്ക ആണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2022 മോഡൽ സ്റ്റൈൽ ഏറ്റവും ടോപ്പിന് സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന മോഡൽ. സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓട്ടം. അപ്പൊ ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്ററിനാണ് വരുന്നത്. അതേപോലെ തന്നെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ സ്കോഡയെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതിന്റെ ലവേഴ്സിന് നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ ഇതിനെ കുറിച്ച് ഞാനുണ്ടാവും. എത്ര രൂപ ചെയ്യാൻ പറ്റും? 15,00,000 രൂപ കൊടുക്കാം. ഓ ബെസ്റ്റ് പ്രൈസിന് ഒരു 10 സംതിങ്ങിന് ഏറ്റവും ടോപ്പ് എൻഡിൽ നമുക്ക് ഇതാവണം. ഒരു കുഷാക്ക് ട്രാക്ക് ഒക്കെ ചെറിയ ഡൗൺ പേയ്മെന്റ്. അഗൈൻ വീണ്ടും നമുക്കൊരു കെയുടെ സെൽട്ടോസ് ആണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ പരിചയപ്പെട്ട സെൽട്ടോസ് ആണ്. വീണ്ടും ഒരു സെൽട്ടോസ്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2023 മോഡൽ HT ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 20,000 കിലോമീറ്ററോടെ വാഹനം. ഒക്കെ ലോ കിലോമീറ്റർ. അപ്പൊ നമുക്ക് പക്ക ഷോറൂം കണ്ടീഷൻ വാഹനങ്ങളാണ്. ലോ കിലോമീറ്റർ വാഹനമാണ് വരുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമ്മൾ 10,65 ചെയ്യാം. 10,65. അതും 10 ലക്ഷം ബഡ്ജറ്റ് ആണ്. നേരത്തെ നമ്മൾ 8 സംതിങ്ങിന് ഒന്നുണ്ടായിരുന്നു. ഒക്കെ ബഡ്ജറ്റ് റേഞ്ച് ആണ്. അപ്പൊ ട്രാക്ക് ഒക്കെ ആണെങ്കിൽ മാക്സിമം നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഫുൾ ഓണിലൊക്കെ നമുക്ക് ഓൺ ഓഫറിൽ നമുക്ക് മാക്സിമം പൊട്ടിച്ചുള്ള പ്രൈസ് ആണ് വരുന്നത്. അത് വീണ്ടും നമുക്കൊരു XUV 700 ആണ്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിന്റെ കിലോമീറ്റർ ആണ്. പക്ക ലോ കിലോമീറ്റർ ഓടിയിട്ട് വാഹനം. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ പുറമെ നമ്മൾ ഇതിന്റെ സീറ്റ് കവേഴ്സ് വരെ റിമൂവ് ചെയ്യാത്ത പക്ക ഷോറൂം കണ്ടീഷനിൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു ചോദിച്ചതിന്റെ കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് അല്ല. എത്രയാണ് കിലോമീറ്റർ? 7,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 7,000 കിലോമീറ്റർ ആണ്. സീറ്റ് കവേഴ്സ് വരെ റിമൂവ് ചെയ്തിട്ട് അത്രയും പക്ക ഷോറൂം കണ്ടീഷൻ. പുതിയൊരു വാഹനം ഇറക്കുന്ന പോലെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ 15,75,000. 15,75. അപ്പൊ ലക്ഷങ്ങൾ നമുക്ക് സേവ് ചെയ്യാം. ലോ കിലോമീറ്റർ ആണ്. പെട്രോൾ മാനുവൽ ആണ്. 7 സീറ്റും ആണ്. ആ ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടായിരുന്നത് ക്യാപ്സിൽ തന്നെയാണ്. അപ്പൊ ഒത്തിരി നല്ല കളക്ഷൻസും വെറൈറ്റി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ നമുക്ക് ഷോറൂമിലൊക്കെ വെയിറ്റിംഗ് പീരീഡ് വരുന്ന വാഹനങ്ങൾ 1, 2 അല്ല, പല കളക്ഷൻസ് പല കളേഴ്സിൽ പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിലൊക്കെ പുറമെ നമുക്ക് 30 ലിറ്റർ ഫ്യൂൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ഗിഫ്റ്റ് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡിസ്കൗണ്ട് സെയിൽസ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പുറമെ നമുക്ക് പുതിയ വാഹനം എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി ഉണ്ട്. അപ്പൊ 2 വാറണ്ടി നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കൂടെ പറഞ്ഞാണെങ്കിൽ നമ്മൾ കോഴിക്കോട് മീൻചന്ത തിരുവണ്ണൂർ ബൈപ്പാസിൽ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ക്യാബ്സ് കാസിലാണ്. അപ്പോൾ വീഡിയോ നമ്പർ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.
പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസൻ മുജു സൈനിങ് ഓഫ്. ബൈ.